ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ SSC GD എക്സാമിന്. അപ്പോൾ GD എക്സാം നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാം എഴുതിയ കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു പോയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൊക്കെ ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കുട്ടികൾ പറയുമ്പോൾ തന്നെ മനസ്സിലായതാണ്. സ്പോർട്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്പോർട്സിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസും സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിൽ നിന്നൊക്കെ എന്തുണ്ടായിരുന്നു, എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ച അതേ ഭാഗത്തിൽ നിന്നൊക്കെ എന്ത് ചോദിച്ചത്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. സോ അതുപോലെ നമുക്ക് വരുന്ന ദിവസങ്ങളിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നതാണ്. സോ അതുമായി ഞാൻ ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഡാൻസ് ഫോമിന്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡാൻസ് ഫോമുകൾ. സോ നമുക്ക് ഇതിപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിപ്പം SSC GD എക്സാമിന് വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. സോ നമുക്ക് വരുന്ന അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഡാൻസ് ഫോമിന്റെ നമുക്ക് കോഡൊക്കെ വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇതിപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം, അതുമായി ബന്ധപ്പെട്ട് GD എക്സാമിന് എന്തൊക്കെ ചോദിക്കാൻ പറ്റുമെന്നുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോയി. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ധമാൽ ഡാൻസ് ഈസ് പോപ്പുലർ ഡാൻസ് ഫോം ഇൻ ഡാഷ് സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റിലെ ഡാൻസ് ഫോം ആണ് ധമാൽ ഡാൻസ് എന്ന് പറയുന്നത്? സോ ധമാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിയാനയിൽ, ഓപ്ഷൻ സി ഹരിയാന, നമ്മുടെ ഹരിയാനയിലെ ഒരു ഡാൻസ് ഫോം ആണ് ധമാൽ. എടാ, ഈ ഡാൻസ് ഫോമിന്റെ പേര് എന്താ? ധമാൽ ഡാൻസ് അല്ലേ? ഇതുപോലുള്ള ഡാൻസ് ഉണ്ട്, ഇതേപോലെ ഒരു പേരാണ് ദംഹൽ ഡാൻസ്. ദംഹൽ ഏത് സ്റ്റേറ്റിലെ ഡാൻസ് ഫോം ആണ് ദംഹൽ എന്ന് പറയും? കേട്ടോ, ദംഹൽ ജമ്മു കാശ്മീർ. ഇവിടെ തന്നെ കമ്പാരിസ് ചെയ്ത് പഠിച്ചോ. ധമാൽ എവിടുത്തെ? ഹരിയാനയിലെ ഡാൻസ് ഫോം ആണ് ധമാൽ. ദംഹൽ, ദംഹൽ എവിടുത്തെ ഡാൻസ് ഫോം ചോദിച്ചാൽ ജമ്മു കാശ്മീർ. അപ്പൊ ഹരിയാന, ജമ്മു കാശ്മീർ ജസ്റ്റ് കമ്പയർ ചെയ്യുക, ധമാല് ദംഹല്. കേട്ടോ, അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഹരിയാനയിലെ ഡാൻസ് ഫോം ആണ് ഡാഫ് എന്ന് പറയുന്ന ഡാൻസ് ഫോം. ഡാഫ്, ഡാഫ് എവിടെയാണ്? ഹരിയാന. ഹരിയാനയിലുള്ള ഡാൻസ് ഫോം ആണ് ഡാഫ്. ഡാഫിനെ നമുക്ക് മാറ്റി ജസ്റ്റ് റൌഫ് ആക്കാം. ഡാഫ് അടുത്ത റൌഫ്. റൌഫ് എവിടത്തെന്നറിയോ? റൌഫ് നമ്മുടെ ജമ്മു കാശ്മീർ. വീണ്ടും ഹരിയാന, ജമ്മു കാശ്മീർ. ഹരിയാനയിൽ ഒരു ഡാൻസ് ഫോം ആണ് ഡാഫ്, DAF, ഡാഫ്. റൌഫ് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ഒരു ഡാൻസ് ഫോം ആണ് റൌഫ്. ഇനി നമുക്ക് റൌഫിനെ ഒന്നുകൂടെ മാറ്റാം. RAUF പകരം RAUT, റൗട്ട്. റൗട്ട് ഏത് സ്റ്റേറ്റിലെ ഡാൻസ് ഫോം ആണ്? റൗട്ട് നാച്ച. എവിടത്തെ റൗട്ട്? ഛത്തീസ്ഗഡില്. നമ്മുടെ ഛത്തീസ്ഗഡിലെ ഒരു ഡാൻസ് ഫോം ആണ് റൗട്ട്. ഡൗഫ്, റൌഫ്, റൗട്ട്. ഡൗഫ് എവിടെയാ? ഹരിയാന. അതില് റൌഫ് ആക്കുക. റൌഫ് എവിടെയാ? ജമ്മു കാശ്മീർ. അതിനെ F മാറ്റി T, റൗട്ട് ആക്കിയാൽ എവിടെയാണ്? ഛത്തീസ്ഗഡിലെ ഒരു ഡാൻസ് ഫോം ആണ് എന്ന് പറയുന്നത് റൗട്ട്. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ ഹരിയാനയിലെ കുറച്ച് പ്രധാനപ്പെട്ട മറ്റ് ഡാൻസ് ഫോമുകളാണ്. ഒന്ന് പാഗ് എന്ന് പറയുന്ന ഡാൻസ് ഫോം. കേട്ടോ, പാഗ്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പാഗ്. അതുപോലെ മറ്റൊരു ഡാൻസ് ഫോം ആണ് കൊറിയ. കൊറിയ. അതുപോലെ ലൂർ, LO, ലൂർ പ്രീവിയസ് ചോദ്യമാണ്. ലൂർ ചോദിച്ചിട്ടുണ്ട്. ലൂർ ഞാൻ എക്സാമിന് കണ്ടിട്ടുണ്ട്. ലൂർ, ലൂർ. കേട്ടാ, അതുപോലെ ഒന്നാണ് ജൂമർ. ജൂമർ, ജൂമർ എവിടത്തെ ഡാൻസ് ഫോം ആണ്? ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് ജൂമർ. കണ്ടല്ലോ, ജൂമർ. ജൂമറിനെ ഞാൻ ജസ്റ്റ് മാറ്റുന്നു, ഗൂമർ ആക്കുന്നു. എവിടത്തെ ഡാൻസ് ഫോം ആണ്? ഗൂമർ. ഗൂമർ രാജസ്ഥാൻ. സോ ഒരുമിച്ച് പഠിച്ചു വെച്ചു, ജൂമർ, ഗൂമർ. ജൂമർ ആണ് ഹരിയാന, ഗൂമർ ആണ് എവിടത്തെ? രാജസ്ഥാനിലെ ഒരു ഡാൻസ് ഫോം ആണ് ഗൂമർ. ജൂമർ, ഗൂമർ. ജൂമർ ആണ് ഹരിയാന, ഗൂമർ ആണ് എവിടെയാണ്? രാജസ്ഥാൻ. കേട്ടാ, സോ ഈ സെറ്റ് പഠിച്ചോട്ടാ. ഡംഹൽ, ഡമാൽ, ഡമാൽ എവിടത്തെ ഡാൻസ് ഫോം? ഹരിയാന. ഡംഹൽ ആണ് ഇവിടെ? ജമ്മു കാശ്മീർ. അതുപോലെ ഡഫ് ആണ് ഹരിയാന, റൌഫ് ആണ് ജമ്മു കാശ്മീർ, റൗട്ട് ആണ് ഛത്തീസ്ഗഡ്. ഓക്കെ, സോ പ്രധാനപ്പെട്ട ഡാൻസുകളാണ് ഈ പറഞ്ഞ. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തോട്ട് പോയാലോ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഡാണ്ടിയ ഈസ് ദി ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലെ ഫോക്ക് ഡാൻസ് ആണ് ഡാണ്ടിയ എന്ന് പറയുന്നത്? ഡാണ്ടി എവിടത്തെ ഫോക്ക് ഡാൻസ് ആണ്? ഓക്കെ, എവിടത്തെ ഫോക്ക് ഡാൻസ് ആണ് ഡാണ്ടി എന്ന് വെച്ചാൽ, ഡാണ്ടി നമ്മുടെ ഗുജറാത്തിൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഗുജറാത്തില് നവരാത്രി ദിവസങ്ങളിൽ ഒരു നവരാത്രി ഫെസ്റ്റിവൽ ആണ്. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടാ. ഗുജറാത്തിലെ ഒരു നവരാത്രി ഫെസ്റ്റിവൽ, നമ്മുടെ നവരാത്രി ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ഏത്?
ഡാൻഡിയ. എവിടെയാണ്? ഗുജറാത്താണ്. ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ഡാൻസ്. അതുപോലെ നമ്മുടെ ഒന്നാണ് മറ്റേ ഗർഭ. നവരാത്രിയിൽ തന്നെ ആഘോഷിക്കുന്ന മറ്റൊരു ഗുജറാത്തിന്റെ ഡാൻസ് ഫോമാണ് ഗർഭ. ഗർഭ ചോദിക്കും കേട്ടോ. ഗർഭ എവിടത്തെയാണ്? ഗർഭയും ഒരു നവരാത്രി ഫെസ്റ്റിവൽ ആണ്. എവിടെയാണ്? ഗുജറാത്ത്. അതുപോലെ ഗുജറാത്തിലെ മറ്റൊരു ഫെസ്റ്റിവൽ ആണ് ടിപ്പാനി ഫെസ്റ്റിവൽ. ടിപ്പാനി PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. ടിപ്പാനി നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ടിപ്പാനി ഗുജറാത്ത്. ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡാൻസ് ഫോക്ക് ഡാൻസ് ആണ് ഏത്? ടിപ്പാനി എന്ന് പറയുന്ന ഡാൻസ്. സോ ഏതൊക്കെയാണ്? ഗുജറാത്തിലെ ഡാൻഡിയ, നമ്മുടെ നവരാത്രി ഫെസ്റ്റിവലായ ഡാൻഡിയ, അതുപോലെ ഗർഭ, ഏതാണ്? ഗർഭ, പിന്നെ നമ്മുടെ ടിപ്പാനി ഡാൻസ് കേട്ടോ. ഇതില് ഡാൻഡിയയും ഗർഭയും നവരാത്രി ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന രണ്ട് ഫെസ്റ്റിവൽസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, സ്വാനാച്ച് ഈസ് ദ ട്രഡീഷണൽ ഡാൻസ് ഫോം ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? നമ്മുടെ ഏത് സ്റ്റേറ്റിലെ ട്രഡീഷണൽ ഡാൻസ് ഫോം ആണ് സൗനാച്ച് എന്ന് പറയുന്നത്? അത് നമ്മുടെ ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ഛത്തീസ്ഗഡ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പം ചിലതൊക്കെ നമ്മൾ അങ്ങനെ കാണാതെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. സോ സൗനാച്ച് എവിടത്തെ ഡാൻസ് ഫോം ചോദിച്ചാൽ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൽ നമുക്ക് നേരത്തെ ഒരു ഫെസ്റ്റിവൽ അറിയാലേ, നമ്മുടെ റൗട്ട് അല്ലേ? റൗട്ട് നാച്ച് അല്ലെ? അതായത് നോക്കി ഇതിലും നാച്ച് ഉണ്ടല്ലേ. സൗനാച്ച് കണ്ടോ. അതാ റൗട്ട്, നമ്മുടെ റൗട്ട് നാച്ച് എവിടെയാ? നേരത്തെ നമ്മൾ പഠിച്ചില്ലേ റൗട്ട് നാച്ച് ഛത്തീസ്ഗഡ്. ഇതാ അടുത്ത റൗട്ടിന് പകരം അടുത്ത് ഏതാ? SUA സൗത്ത് നാച്ച്. എവിടത്തെയാ? ഛത്തീസ്ഗഡിലെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോം ആണ് ഏത്? സൗനാച്ച് എന്ന് പറയുന്ന ഡാൻസ് ഫോം. എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നാട്ടി ഈസ് ദി ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് ഇന്ത്യൻ? ഏ സ്റ്റേറ്റിലാണ് നാത്തി ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നാത്തി നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ആണ് നാട്ടിയും അതുപോലെ നമ്മുടെ ചാമും കേട്ടോ. നാത്തിയും ചാമും കേട്ടോ. ഹിമാചൽ പ്രദേശിലെ രണ്ട് പ്രധാനപ്പെട്ട എന്താണ് ഫോക്ക് ഡാൻസുകളാണ് നാട്ടിയും ചാമും. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ രണ്ട് പ്രധാനപ്പെട്ട എന്താണ് ഡാൻസ് ഫോമുകളാണ്. ഏതൊക്കെയാണ്? നാട്ടിയും ചാമും. ഓക്കേടാ, സെറ്റ് അല്ലേ? അപ്പൊ മറക്കല്ലേടാ, ഈ നാട്ടി ഒരുപാട് റിപ്പീറ്റ് ചോദിച്ചുള്ള ചോദ്യമാണ്. കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ലാംഗ്വീർ നൃത്യ ഈസ് ദ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ലാംഗ്വീർ നൃത്യ കേട്ടാ. ലാംഗ്വീർ നൃത്യ നമ്മുടെ ഉത്തരാഖണ്ഡിൽ വരുന്ന, നമ്മൾ ഉത്തരാഖണ്ഡ് അങ്ങനെ ഫോക്ക് ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല, അതോ പഠിച്ചു വെച്ചു. ഉത്തരാഖണ്ഡ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരണം ലാംഗ്വീർ നൃത്യ ഇവിടത്തെ ഫോക്ക് ഡാൻസ് ആണ്. ഉത്തരാഖണ്ഡിലെ ഫോക്ക് ഡാൻസിന്റെ പേരാണ് ലാംഗ്വീർ നൃത്യ എന്ന് പറയുന്നത്. ലാംഗ്വീർ നൃത്യ എവിടത്തെയാണ്? ഉത്തരാഖണ്ഡിലെ ഒരു ഫോക്ക് ഡാൻസ് ആണ് ഇത് ലാംഗ്വീർ നൃത്യ എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതൊക്കെ നമ്മൾ ഒരു തവണ ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ ലെക്കിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയാൽ എക്സാമിന് ചെയ്യുക കേട്ടോ. ലാംഗ്വീർ നൃത്യ എവിടത്തെയാണ്? ഉത്തരാഖണ്ഡിലെ ഒരു ഫോക്ക് ഡാൻസ് ആണ് ലാംഗ്വീർ നൃത്യ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോക്ക് ഡാൻസ് ഓഫ് മിസോറാമിന്റെ ഫോക്ക് ഡാൻസ്? ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. മിസോറാമിന്റെ ഫോക്ക് ഡാൻസ് അല്ലേ? നമുക്ക് നോക്കണം ഓപ്ഷൻസ് ഒക്കെയാ. ഡുംഹൽ എവിടെയാ? ഇന്ന് പഠിച്ചല്ലേ? എവിടെയാ? നിങ്ങൾ മനസ്സിൽ പറ. ഡുംഹൽ എവിടെയാ? ജമ്മു കാശ്മീർ. ചൗ നമ്മുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ് അല്ലേ? പക്ഷെ അത് മിസോറാം അല്ല, വെസ്റ്റ് ബംഗാള് ജാർഖണ്ഡിലൊക്കെയാണ് ചൗ പറഞ്ഞത് അല്ലേ? പിന്നെ കോലി കഴിഞ്ഞ 2022 GD എക്സാം ചോദിച്ചിട്ടുണ്ട്. കോളി എവിടത്തെയാണ്? കോളി മഹാരാഷ്ട്രയിലെ ഒരു ഫോക്ക് ഡാൻസ്. നോട്ട് ചെയ്ത് വെക്കോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2022 GDക്ക് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. കോളി എവിടത്തെയാണ്? കോളി മഹാരാഷ്ട്രയിലെ ഒരു ഫോക്ക് ഡാൻസ് ആണ് കേട്ടോ. മഹാരാഷ്ട്ര കോലി. ദെൻ ചേരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മിസോറാമിന്റെ ഒരു ബാംബു ഡാൻസ് ആണ് അല്ലെ? മിസോറാമിലുള്ള ഒരു ബാംബു ഡാൻസ് ഫോം ആണ് ഇത് ചേരവ് എന്ന് പറയുന്നത്. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ചേരവ് കേട്ടോ. ഈ ഡാൻസ് ഒക്കെ പഠിക്കുക. കോളി നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കോളി മഹാരാഷ്ട്ര. അതുപോലെ ചേരവ് ഒരുപാട് തവണ പല എക്സാമിനും റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ളതാണ്. ചേരവ് എവിടെയാണ്? മിസോറാമിലെ ഒരു ബാംബു ഡാൻസ് ആണ് ഇത് ആ ചേരവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് പോയാലോ. അടുത്ത ചോദ്യം, വങ്കാല ഇസ് ദി ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? അപ്പൊ വങ്കാല നമുക്കറിയാം, വങ്കാല ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് അല്ലേ? നമ്മുടെ ഗാരോ ട്രൈബിന്റെ അല്ലെ? നമ്മുടെ ഗാരോ ട്രൈബിന്റെ ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് വങ്കാല. അതിന്റെ ഭാഗമായി ആഘോഷിക്കുന്ന ഒരു ഡാൻസ് ആണ് വങ്കാല ഡാൻസ്. എവിടെയാ? ഗാരോ
മേഘാലയ. നമ്മുടെ മേഘാലയ അല്ലെ, നമ്മുടെ മേഘാലയയിലെ പ്രധാനപ്പെട്ട എന്താണ് ഒരു ഫോക്ക് ഫോക്ക് ഒരു ഫോക്ക് ഡാൻസ് ആണ് വങ്കാല, അഥവാ വങ്കാല ഫെസ്റ്റിവലും ചോദിക്കും. അത് ഏത് ട്രൈബ്? മേഘാലയയിലെ ഗാരോ ട്രൈബ് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് വാങ്കാല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പഞ്ചാബിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് നമ്മുടെ ബാങ്ക്രയും അതുപോലെ ഗിദ്ദയും കേട്ടോ. അതും ചോദിക്കുന്ന രണ്ട് ഫോക്ക് ഡാൻസ് ആണ് കേട്ടോ. പഞ്ചാബിന്റെ നമ്മുടെ പഞ്ചാബിൽ ആഘോഷിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ആണ് ഇത്, ബാങ്ക്ര ഡാൻസും ഗിദ്ദ ഡാൻസും. അതും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ഫോക്ക് ഡാൻസുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, റൌഫ് ഈസ് ദി ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? നമ്മൾ പഠിച്ചതാ റൌഫ്. റൌഫ് എവിടെയാടാ? റൌഫ്, റൗട്ട്, ഡഫ് അല്ലെ. ഡഫ് എവിടെയാ? ഹരിയാന. റൗട്ട് എവിടെയാ? ഛത്തീസ്ഗഡ്. റൌഫ് എവിടെയാ? ജമ്മു കാശ്മീർ. നമ്മുടെ ജമ്മു കാശ്മീർ അല്ലെ, ജമ്മു കാശ്മീരിലാണ് റൌഫ് വർണ്ണ. റൌഫ് എവിടെയാണ്? ജമ്മു കാശ്മീർ. ഓക്കെ, അടുത്ത ക്വസ്റ്റോട് പോയാലോ. അടുത്ത ചോദ്യം, കാണ്ഡ്യാൻ ഈസ് ദി ഡാൻസ് ഫോം ഓഫ് വിച്ച് കൺട്രി? ഇതൊരു രണ്ട് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, വേറെയും ഒരു എക്സാമിന് കണ്ടിട്ടുണ്ട്. കാണ്ഡ്യാൻ ഏത് രാജ്യത്തിന്റെ ഡാൻസ് ആണ്? കാണ്ഡ്യാൻ നമ്മുടെ ശ്രീലങ്കയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ശ്രീലങ്കയുടെ ഒരു ക്ലാസിക്കൽ, ശ്രീലങ്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് ഇത് കാണ്ഡ്യാൻ ഡാൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ. നമ്മുടെ അയൽരാജ്യമാണല്ലോ ശ്രീലങ്ക. സോ ശ്രീലങ്കയുടെ എന്താണ് ക്ലാസിക്കൽ നൃത്ത രൂപമാണ് ഇത് കാണ്ഡ്യാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡാൻസ് റിലേറ്റഡ് ടു ബിൽ ട്രൈബ് ഓഫ് രാജസ്ഥാൻ? രാജസ്ഥാനിലെ ബിൽ ട്രൈബ്, നമുക്ക് ഈ ഒരുപാട് ട്രൈബൽ ഫെസ്റ്റിവൽ ഇന്ത്യയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രൈബാണ് ബിൽ ട്രൈബ് എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രൈബ്സിൽ ഒന്നാണ് ഈ ബിൽ ട്രൈബ്. അപ്പൊ അത് രാജസ്ഥാനിലെ ബിൽ ട്രൈബ് കളിക്കുന്ന ഡാൻസ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ ഗർഭ. നമുക്കറിയാം ഗർഭ രാജസ്ഥാനിലല്ല, ഗർഭ എവിടെയാ? ഗുജറാത്തിലാണ് അല്ലേ. കൂമർ എവിടെയാ? രാജസ്ഥാനാണ്. ഡാണ്ടിയ, ഡാണ്ടിയ എവിടെയാ? നമ്മൾ നേരത്തെ ഫസ്റ്റ് പഠിച്ചതാണ്, ഗുജറാത്ത്. കൽബേലി എവിടെയാ? രാജസ്ഥാൻ. സോ ഇതിൽ ഏതാണ്, ഗൂമർ ആണോ കൽബേലി ആണോ? നമ്മുടെ ഗൂമർ ആണ് ഉത്തരം കേട്ടോ. കൽബേലി നമുക്കറിയാം, കൽബേലി എന്താണ്? ഒരു സ്നേക്ക് ട്രൈബ്സ് അല്ലെ, നമ്മുടെ സ്നേക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നും അല്ലെ, പാമ്പുമായി ബന്ധപ്പെട്ട അല്ലെ സ്നേക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ഒരു ഡാൻസ് ഫോം ആണ് കൽബേലിയ ഡാൻസ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ ഗൂമർ ആണ് ബിൽ ട്രൈബിന്റെ ഏരിയയിൽ നിന്നും വരുന്ന ഒരു ഫോക്ക് ഡാൻസ്. ഗൂമർ, ഗൂമർ രാജസ്ഥാന്റെ ഗൂമർ. അതുപോലെ നമ്മൾ നേരത്തെ ഗൂമർ പഠിച്ച വേറൊന്ന് പഠിച്ചിട്ടുണ്ട്, ജൂമർ അല്ലെ. ജൂമർ എവിടെയാ? ഹരിയാന അല്ലെ. ഗൂമർ, ജൂമർ. ജൂമർ ഹരിയാന, ഗൂമർ എവിടെയാ? രാജസ്ഥാൻ. അതും രാജസ്ഥാനിലെ ഏത് ട്രൈബ് എന്ന് ചോദിച്ചാൽ ബിൽ ട്രൈബ്. രാജസ്ഥാന്റെ ബിൽ ട്രൈബ് കളിക്കുന്ന ഒരു ഡാൻസ് ഫോം ആണ് ഇത് ഗൂമർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഡിംസ. ഡിംസ ഈസ് ദ ട്രൈബൽ ഡാൻസ് ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? കേട്ടോ, ഇത് രണ്ടും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡാൻസ് ഫോം ആണ് ഡിംസ എന്ന് പറയുന്നത്. ഡിംസ കൃത്യമായി നോട്ട് വെച്ചോ, ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ് ഡിംസ. ഡിംസ, ഡിംസ. അതുപോലെ നമുക്ക് ആന്ധ്രാപ്രദേശിൽ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടല്ലേ, അതാ നമ്മുടെ കുച്ചിപ്പൊടി അല്ലെ. നമ്മുടെ ആന്ധ്രയുടെ ക്ലാസിക്കൽ ഡാൻസ് ആണ് കുച്ചിപ്പൊടി. സോ അതുപോലെ ആന്ധ്രയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്ക് ഡാൻസ് ആണ് ഡിംസ. ഡിംസ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഫോക്ക് ഡാൻസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫോക്ക് ഡാൻസ് ഓഫ് ഹരിയാന? ഓക്കെ, നമുക്ക് വീണ്ടും ഹരിയാന തന്നെ ചോദിച്ചു നോക്കാം. ലാവണി. ലാവണി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാരാഷ്ട്രയിലെ സ്ത്രീകൾ കളിക്കുന്ന ഒരു ഡാൻസ് ഫോമാണ്. സോ മഹാരാഷ്ട്ര, അതും ശ്രദ്ധിക്കണം, മഹാരാഷ്ട്രയിൽ സ്ത്രീകളാണ്. അതൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. മഹാരാഷ്ട്രയിലെ സ്ത്രീകൾ കളിക്കുന്ന ഡാൻസ് ഫോം ഏത്? ലാവണി. ഓക്കെ, പിൻ ലൂർ. ലൂർ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ലൂർ എവിടെയാണ്? ഹരിയാനയിൽ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഹരിയാനയിലാണ്. റൗട്ട് നാച്ച. റൗട്ട് നാച്ച് നമ്മൾ പഠിച്ചതാണ് എവിടെയാടാ? ഛത്തീസ്ഗഡില്ല. കൂലി എവിടെയാ? മഹാരാഷ്ട്ര. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി, ലൂർ ആണ് നമ്മുടെ ഹരിയാനയിലെ ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞത്. ഹരിയാനയിലെ ഫോക്ക് ഡാൻസ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ചില ഫോക്ക് ഡാൻസ് നമുക്ക് പരിചയം, ഇപ്പൊ ലൂർ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകും. പക്ഷെ ബാക്കി ഓപ്ഷനിലെ ഡാൻസ് ഫോം ഒക്കെ എവിടെയാണെന്ന് അറിയാമെങ്കിൽ പോലും നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ലാവണി മഹാരാഷ്ട്രയിലെ വലിയൊരു ഡാൻസ് ഫോമാണ്, അത് ആൻസർ ചെയ്യാൻ പറ്റും. റൗട്ട് നാച്ച നമ്മൾ കുറച്ചും പഠിച്ചതാണ്, ഛത്തീസ്ഗഡ്. പിന്നെ കൂലിയും ഞാൻ പറയുന്നതാണ്, പ്രീവിയസ് ഒരു ചോദ്യമാണ്, മഹാരാഷ്ട്ര. സോ ഈ മൂന്ന് ഡാൻസ് നമുക്ക് അറിയാമെങ്കിൽ പിന്നെ ലൂർ നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും? ഹരിയാനയിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഓക്കെ എടാ. അപ്പൊ ഹരിയാനയിലെ ഡാൻസ് ഫോം കണ്ടല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹരിയാന ഡാൻസ് ഫോം. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോക്ക് ഡാൻസ് ഓഫ് ഹരിയാന ഇസ് പെർഫോംഡ് ബൈ ബോത്ത് മെൻ ആൻഡ് വുമൺ? വീണ്ടും
ഹരിയാനയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹരിയാനയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കളിക്കുന്ന ഡാൻസ് ഫോം ഏത്? ഓക്കെ, എടാ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി പാഗ് ഡാൻസ് ആണ് കേട്ടാ. പാഗ് കേട്ടാ, ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക കേട്ടാ. ഇപ്പൊ ഈ കോഡിയ ലൂറൊക്കെ അവിടെ തന്നെയാണ് ഹരിയാനയിലെ ഡാൻസ് ഫോം. ഹരിയാനയിലെ ഡാൻസ് ഫോം തന്നെയാണ് കൂടിയം ലൂറൊക്കെ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ കൃത്യമായി പറയുന്നുണ്ട് മെൻ ആൻഡ് വുമൺ കേട്ടാ, സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കളിക്കുന്ന ഡാൻസ് ഫോം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കളിക്കുന്ന ഡാൻസ് ഫോം അത് പാഗ് ഡാൻസ് ആണ്. പാഗ് ഡാൻസ് ആണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കളിക്കുന്ന ഒരു ഡാൻസ് ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഈ കോഡിയ അവിടെ വുമൺസ് മാത്രം കളിക്കുന്ന ഒരു ഡാൻസ് ഫോം, സ്ത്രീകൾ മാത്രം കളിക്കുന്ന ഒരു ഡാൻസ് ഫോം ആണ് ഏത്? കോഡിയ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ പാങ് എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കളിക്കുന്ന ഹരിയാനയിൽ എന്താണ് ഒരു ഡാൻസ് ഫോം ആണ്. സോ ഓപ്ഷൻ ഡി പാഗ് ആണ് ഉത്തരം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോക്ക് ഡാൻസ് ഈസ് ഫ്രം ഗുജറാത്ത്? ഗുജറാത്തിലേതാണ് നമുക്കറിയാമായിരിക്കും. എന്താ നമുക്ക് പരിചയമുള്ളത് നോക്കടാ? ഗുജറാത്ത് ഡിംസ. ഡിംസ ഇവിടെ എപ്പോ നമ്മൾ പഠിച്ചുള്ളൂ? ആന്ധ്രാപ്രദേശ്. അപ്പൊ അല്ല. ഡമൽ, ഡമൽ നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ചോദ്യം. ഹരിയാന അല്ല. തമാശ, തമാശ നമ്മളെ മഹാരാഷ്ട്രയിലെ ഒരു ഫെസ്റ്റിവലാണ്, സോ ഡാൻസ് ആണ്. മഹാരാഷ്ട്ര അല്ല. ടിപ്പണി, ടിപ്പണി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഗുജറാത്തിലാണ്. സോ ആൻസർ ടിപ്പാണി. ആരൊക്കെയാണ് ഗുജറാത്തില്? ഗർബ, ഡാണ്ടിയ, ദെൻ പിന്നെ ആരാണ് നമ്മുടെ ഏതാണ് നമ്മുടെ ടിപ്പാണി അല്ലെ ഗുജറാത്തിൽ. ഈ 3 ഡാൻസുകൾ പഠിച്ചാൽ മതി ഗുജറാത്തിൽ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത് ഗർബ, ഡാണ്ടിയ, ടിപ്പാണി. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ടിപ്പാണി, ഗുജറാത്ത്. ഓക്കെ, ഇതിനടുത്ത സ്റ്റെപ്പ് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ വുമൺസ് ഓഫ് മഹാരാഷ്ട്ര? ഡേ മഹാരാഷ്ട്ര, വീണ്ടും അതും സ്ത്രീകൾ. ഡേ ഏത്? വുമൺസിനെ കുറിച്ചും പറയുന്നുള്ളൂ, മഹാരാഷ്ട്ര സ്ത്രീകൾ. ഏത്? ലാവണി. ഓക്കെ, ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ ഡി ലാവണി അല്ലെ. കാരണം ബാക്കി ഡാൻസ് ഇപ്പൊ ഗൂമർ എവിടെയാ നമുക്കറിയാം, എവിടാ? രാജസ്ഥാൻ അല്ലെ. ബിഹു, ബിഹു എവിടെയാ? നമ്മുടെ ആസാം അല്ലെ. ദെൻ ബാംഗ്ര, ബാംഗ്ര എവിടെയാ? പഞ്ചാബ്, ബാംഗ്ര ഗിദ്ദ. സോ ഇതിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മഹാരാഷ്ട്രയിൽ സ്ത്രീകളെ കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ഏത്? ലാവണി എന്ന് പറയുന്നത്. സോ ആൻസർ ഏതാ? ലാവണി. ഓക്കെ, ലാവണി, ലാവണി തമാശ, ലാവണി തമാശ എവിടെ? മഹാരാഷ്ട്ര. ലാവണി തമാശ മഹാരാഷ്ട്ര. ഓക്കെ, ഇതിനടുത്തത്, സാത്രിയ ഡാൻസ് ഇസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്? സാത്രിയ നമുക്കറിയാം. സാത്രിയ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ്. ഏത് സ്റ്റേറ്റ് ആടാ? അസാം. സിമ്പിൾ ചോദ്യം അല്ലേ. നമുക്കറിയാം ക്ലാസിക്കൽ ഡാൻസ് അല്ലേ. നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിൽ ആസാമിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ആര്? സാത്രിയ ഡാൻസ് എന്ന് പറയുന്നത് അല്ലേ. സാത്രിയ എവിടെയാണ്? അസാമിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഏതാണ്? സാത്രിയ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, കൽബേലി ഈസ് ദി ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? കൽബേലി ഞാൻ കുറച്ചു മുമ്പ് പറയുന്നതേ ഉള്ളൂ. കൽബേലി എവിടെയാടാ? കൽബേലിയ രാജസ്ഥാൻ ആണ് അല്ലേ. നമ്മുടെ രാജസ്ഥാനിലെ സ്നേക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉടലെടുത്ത് വന്ന ഒരു ഡാൻസ് ഫോം ആണ് അല്ലേ. അതുപോലെ രാജസ്ഥാനിലെ കൽബേലിയ ഡാൻസ് കളിക്കുന്ന വളരെ ഫേമസ് ആയ ഒരു നമ്മുടെ ഒരു നർത്തകിയാണ് ഗുലാബോ സപ്പേറ എന്ന് പറയും. ചോദിക്കും കേട്ടാ, ഗുലാബോ സപ്പേറ ഏത് ഡാൻസ് ഫോമുമായി ബന്ധപ്പെട്ടതാണ്? അതാണ് നമ്മുടെ കൽബേലിയ ഡാൻസുമായി ബന്ധപ്പെട്ടതും 2016 പത്മശ്രീ നൽകി എന്താണ് ആദരിച്ചതൊക്കെയാണ് അല്ലെ. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. സോ കൽബേലിയ എവിടെയാണ്? രാജസ്ഥാൻ. എവിടെയാണ്? രാജസ്ഥാൻ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, കംസാലെ ഇസ് ദി ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്? ഒരു വെറൈറ്റി ചോദ്യമാണ്. സോ ഞാൻ കണ്ടതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ എടുത്തത്. കംസാലെ, കംസാലെ കർണാടക. അങ്ങനെ ഓർത്ത് വെച്ചോ. കംസാലെ കർണാടക. കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ആണ് കംസാലെ. കംസാലെ കർണാടക കേട്ടാ. കംസാലെ കേട്ടാ, ഇവിടെയാണ് കർണാടകയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് കംസൈൽ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടാ. കാരണം നമ്മൾ എക്സാമിന് പോകുമ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പോവുക, കിട്ടിയാൽ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യുക. ഓക്കെ, അടുത്ത് ചാരി ഫോക്ക് ഡാൻസ്. അതുപോലെ ഞാൻ എടുത്തൊരു ഫോക്ക് ഡാൻസ് ആണ്. പ്രൊഫസർ കണ്ടുകൊണ്ട് അങ്ങ് എടുത്തു. ചാരി, ചാരി ഫോക്ക് ഡാൻസ്. എവിടത്തെ ഫോക്ക് ഡാൻസ് ആണ് ചാരി? രാജസ്ഥാൻ കേട്ടോ. രാജസ്ഥാൻ. അതും രാജസ്ഥാനിലെ സ്ത്രീകൾ കളിക്കുന്ന ഒരു പെർഫോമൻസ് കളിക്കുന്നത് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതും ഇത് രാജസ്ഥാനിലെ തന്നെ ഗുജ്ജാർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കേട്ടോ. രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ഗുജ്ജാർ കമ്മ്യൂണിറ്റി. ആ ഗുജ്ജാർ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ കളിക്കുന്ന ഒരു ഫോക്ക് ഡാൻസ് ആണ് ചാരി കേട്ടോ. ഏത് സ്റ്റേറ്റ്? രാജസ്ഥാൻ കേട്ടോ. സോ കൃത്യമായി നോട്ട് വെച്ചോ. നമ്മുടെ രാജസ്ഥാനിലെ ഗുജ്ജാർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഗുജ്ജാർ കമ്മ്യൂണിറ്റിയിലെ ഡാൻസ് ഫോം ഏതെന്ന് ചോദിച്ചാൽ എടാ ജാറി കേട്ടോ. ചാറി ഫോക്ക് ഡാൻസ് ആണ്, രാജസ്ഥാനാണ്. അതും രാജസ്ഥാനിലെ ഗുജ്ജാർ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ആണ് ഏത്? ചാറി ഫോക്ക് ഡാൻസ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം,
അടുത്തത് കേട്ടോ. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഡാൻസ് ആണ് ഞങ്ങൾ എടുത്തത്. ഗുരേഹി ഫോക്ക് ഡാൻസ് എവിടെയാണ്? ഗുരേഹി ഫോക്ക് ഡാൻസ്, ഗുരേഹി. ഗുരേഹി ഇതും സ്ത്രീകൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. അത് നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ ചമ്പ റീജിയനിൽ കേട്ടോ. ശ്രദ്ധിച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. ഹിമാചൽ പ്രദേശിലെ ഏത് റീജിയൻ? ചമ്പ. ഹിമാചൽ പ്രദേശിലെ ചമ്പ റീജിയനിൽ സ്ത്രീകൾ കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് ഏത്? ഗുരേഹി ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഗുരേഹി. അപ്പൊ നേരത്തെ സെയിം ഒരു പാറ്റേൺ ആണല്ലേ, ഇതാക്കണ്ട. രാജസ്ഥാനിലെ ഗുജ്ജാർ കമ്മ്യൂണിറ്റിയിൽ എന്താണ് സ്ത്രീകൾ കളിക്കുന്ന ഡാൻസ് ഫോം ആണ് ചാറി. അതുപോലെ ഹിമാചൽ പ്രദേശിലെ എന്താണ് ചമ്പ റീജിയനിൽ സ്ത്രീകൾ കളിക്കുന്ന ഫെസ്റ്റിവൽ ആണ് ഗുരേഹി ഫോക്ക് ഡാൻസ്. ഗുരേഹി എവിടെയാണ്? ഗുരേഹി ഹിമാചൽ പ്രദേശിലെ ചമ്പ റീജിയൻ. സോ വെറൈറ്റി നമ്മുടെ ഒരേ പാറ്റേണിൽ വന്ന രണ്ട് ചോദ്യങ്ങളാണ്. CHSL 2023 ചോദിച്ച രണ്ട് പാറ്റേൺ ചോദ്യങ്ങളാണ് കണ്ടല്ലോ. സോ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് കിട്ടാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോക്ക് ഡാൻസസ് പെർഫോംഡ് ബൈ മെൻസ് ഇൻ ഹരിയാന? ഓക്കെ, ദ വെറൈറ്റി. നമ്മൾ ഹരിയാനയിൽ സ്ത്രീകൾ കളിക്കുന്ന കളികൾ കണ്ടിട്ടുണ്ടല്ലേ. അടുത്ത കിട്ടിയതാണ് ഹരിയാനയിൽ പുരുഷന്മാര് കളിക്കുന്ന ഡാൻസ് ഏതാണ്? പുരുഷന്മാര് കളിക്കുന്ന ഇത് നോക്കാം ഏതൊക്കെയാണെന്ന്. അപ്പൊ ഗിദ്ദ എവിടെയെന്നവിടെ? ഗിദ്ദ എവിടെയാ? പഞ്ചാബാണ്. സോ ഹരിയാന അല്ല, വിട്ടു. ഗൂമർ എവിടെയാ? രാജസ്ഥാനാണ്. സോ അല്ല. പിന്നെ ജാത്ജാത്തിൻ എവിടെയാടാ? അത് ഹരിയാന അല്ല. ജാത്ജാത്തിൻ എവിടെയാ? നമ്മളെ ബീഹാറിലെ ഒരു ഡാൻസ് ഫോം ആണ് അല്ലേ. ബീഹാറിലെ ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് ജാതിനും. അതുപോലെ ഒരു ഡാൻസ് ഫോം ഉണ്ട് ബീഹാറിൽ ചോദിച്ചിട്ടുള്ളതാണ് ബിഡീസിയ കേട്ടാ. ബിഡീസിയ ബീഹു അങ്ങനെ ഓർത്ത് വെച്ചു കേട്ടാ. ബീഹു നമുക്ക് ബീഹു ആസാമെന്ന് അറിയാം, അതുപോലെ ബീഹു പോലെ ഓർത്ത് വയ്ക്കുക ബിഡീസിയ കേട്ടാ. ബീഹാറിലെ പ്രധാനപ്പെട്ട കേട്ടാ. ബീഹാർ ബിഡീസിയ ബീഹു. ബീഹാറിന്റെ ബീവ ജയിച്ചത് ബീഹാറില് ബിഡീസിയ ബീഹു കേട്ടാ. എവിടെയാണ്? ബീഹാറിലെ രണ്ട് ഡാൻസ്. അതുപോലെ ബീഹാറിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് ജാതിൻ. സോ ഇത് മൂന്നും അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ആയി ഓപ്ഷൻ ഡി ഗുഗ്ഗയാണ് കേട്ടോ. ഗുഗ്ഗ ഡാൻസ് ആണ് ഹരിയാനയിൽ ഹരിയാനയിൽ മെൻസ് കളിക്കുന്ന ഡാൻസ് ഫോം അല്ലെ. സോ നമ്മൾ ഹരിയാനയിൽ ഇപ്പം മെൻസ് കളിക്കുന്ന ഡാൻസ് കണ്ടു, അതേതാ? ഗുഗ്ഗ അല്ലെ. അതുപോലെ ഹരിയാനയിൽ വുമൺസ് കളിക്കുന്ന ഒരു ഡാൻസ് കണ്ടു. വുമൺസ് ഏതായിരുന്നടാ? കോറിയ അല്ലെ. കോറിയ അഥവാ കോഡിയ അല്ലെ. അതുപോലെ മെൻസും വുമൺസും ഒരുമിച്ച് കളിക്കുന്ന ഡാൻസ് ഉണ്ടായിരുന്നു, അതായത് പാഗ്. സോ ഒരുമിച്ച് ഇത് അങ്ങനെ പഠിച്ചു വെച്ചോ. ഹരിയാനയിലെ 3 ഡാൻസ്. പുരുഷന്മാർ കളിക്കുന്നത് ഗുഗ്ഗ, സ്ത്രീകൾ മാത്രം കളിക്കുന്നത് ഗോറി അഥവാ ഗോഡിയ. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കളിക്കുന്ന ഏതാ? പാഗ് ഡാൻസ്. സോ ഒരുമിച്ച് അങ്ങ് പഠിച്ചു വെച്ചോ അല്ലെ. നമ്മൾ എങ്ങനെയാ, നമ്മൾ ജസ്റ്റ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം കമ്പാരിസൺ ചെയ്ത് പഠിച്ചു പോയാൽ നമുക്ക് ഈ ഡാൻസ് ഫോം ഒരു അവിയൽ അല്ലാതെ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിയലാവുന്ന ഒരു സാധനമാണ് ഏത്? ഈ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. കാരണം കണ്ടമാനമുണ്ട്. സോ നമുക്ക് മാക്സിമം സാധനം കളക്ട് ചെയ്ത് വെച്ച് കമ്പാരിസൺ ചെയ്ത് പഠിച്ചു പോയാൽ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? അങ്ങ് കിടക്കും. സോ ഹരിയാനയിൽ നമുക്കിപ്പോ ഈ 3 ഡാൻസും ഈ രീതിയിൽ മെൻസ്, വുമൺസ്, മെൻസ് ആൻഡ് വുമൺസ് അല്ലെ. മെൻസ് ആണെങ്കിൽ ഏതാ? ഗുഗ്ഗ. വുമൺസ് ആണെങ്കിൽ ഗോറിയ. മെൻസ് ആൻഡ് വുമൺ ആണെങ്കിൽ ഭാഗ് ഡാൻസ്. എവിടെയാ? ഹരിയാന. എവിടെയാണ്? ഹരിയാന. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, പൈക്ക ഡാൻസ് ഈസ് പെർഫോംഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്? ഇപ്പൊ പൈക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ഹിസ്റ്ററി തന്നെ ബന്ധപ്പെട്ട പൈക്ക റിബല്യൻ അല്ലെ. നമ്മുടെ ജാർഖണ്ഡിലെ ഒരു പ്രധാനപ്പെട്ട ട്രൈബ്സ് കൂടിയാണ് അല്ലെ. ഒരു ട്രൈബ് കൂടിയാണ് ആര്? പൈക്ക ട്രൈബ്. സോ ഏതാണ്? ജാർഖണ്ഡ് ആണ്. പൈക്ക റിബല്യൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സംഭവമാണ് പൈക്ക കലാപം അല്ലെ. സോ അത് ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ട്രൈബ്സ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏതാണ്? പൈക്ക ഡാൻസ് ഈസ് പെർഫോംഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്? ജാർഖണ്ഡ്. എവിടെയാണ്? ജാർഖണ്ഡ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ലാഹു ഈസ് ദി ഡാൻസ് ഫോം ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലെ ഡാൻസ് ഫോം ആണ് ലാഹു? സോ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ചത്. ലാഹു നമ്മുടെ മേഘാലയയിൽ വരുന്ന, ഓൾറെഡി നമ്മൾ മേഘാലയയിൽ നമുക്ക് വാങ്കാല അറിയാം. സോ വാങ്കാലയുടെ കൂടെ അങ്ങ് ഓർത്ത് പഠിച്ചു വെച്ചു. വാങ്കാല ലാഹു കേട്ടോ. വാങ്കാല ലാഹു എവിടെയാണ്? മേഘാലയയിലെ ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് ലാഹു കേട്ടോ. എവിടെയാണ്? മേഘാലയ. സോ വാങ്കാലയുടെ കൂടെ പഠിച്ചു വെച്ചു. വാങ്കാല ലാഹു എവിടെയാണ്? മേഘാലയ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോക്ക് ഡാൻസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് രാജസ്ഥാൻ? സോ രാജസ്ഥാൻ നമുക്ക് അറിയാനുള്ളതാണല്ലോ. നോക്കടാ, ഡിംസ എവിടെയാ? നമ്മൾ പഠിച്ചതാണ്, ആന്ധ്രാപ്രദേശ്. ബീഹു ആസാമാണ്. പിന്നെ ഉള്ളത് ടാപ്പും ഗേറുമാണ് അല്ലേ. അടാ ഇതിൽ ടാപ്പു ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു CGL കണ്ടിട്ടുള്ള ചോദ്യ. ടാപ്പ് നമ്മുടെ
അരുണാചൽ പ്രദേശില്, അരുണാചൽ പ്രദേശും അത് അരുണാചലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രൈബായ ആദി ട്രൈബിൽ കളിക്കുന്ന ഒരു ഡാൻസ് ഫോം. അത് നോട്ട് എങ്ങനെ പഠിച്ചോട്ടെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഞാൻ CGL ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ ആദി ട്രൈബ്, അരുണാചലിലെ ഏറ്റവും വലിയ ട്രൈബാണ് ആദി. ആ ആദി ട്രൈബ് കളിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ടാപ്പു ഫെസ്റ്റിവൽ. സോ അതും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന, നമുക്ക് പരിചയമുള്ള ഒരു ഡാൻസ് ആണ് ഈ ടാപ്പു. അപ്പൊ ഇതിൽ ആൻസർ ഏതാ? ഗെയർ ആണ്. ഗെയർ ആണ് രാജസ്ഥാനിലെ ഡാൻസ്. അതല്ല പറയാം, ഇങ്ങനത്തെ നമുക്ക് പരിചയമില്ലാത്ത ഡാൻസ് ഒക്കെ ആണെങ്കിൽ അവർ ഓപ്ഷനിൽ തരുന്ന ബാക്കി 3 നമുക്ക് പരിചയമുള്ള ഡാൻസ് ഫോം ആണ്. സോ ദിംസയും ബീഹും ഒക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണ്. ടാപ്പും ശരിക്കും നല്ല പരിചയമുള്ള ഡാൻസ് തന്നെയാണ് കേട്ടോ. അത് അരുണാചലിലെ ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ആണ് കേട്ടോ. അതും അരുണാചലിലെ ആദി ട്രൈബ്, ഒരു ട്രൈബൽ ഡാൻസ് ആണ്. ആദി ട്രൈബ് കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ആണ് ഇത് ടാപ്പു. സോ ആൻസർ ഏതാ? ഗെയർ. ഗെയർ ആണ് ഇതിൽ രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിൽ നമ്മൾ പഠിച്ചതിന്റെ കൂട്ടത്തിലൊക്കെ അങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. ഗൂമർ അല്ലെ, നമ്മൾ ഗൂമർ ഒക്കെ പഠിച്ചതാ. ഗൂമറിന്റെ കൂടെ ഒക്കെ അങ്ങ് പഠിച്ചു വെക്കുക. ഗൂമർ ഗെയർ അല്ലെ, ഗൂമർ ഗെയർ, ഗൂമർ ഗെയർ എവിടെ? രാജസ്ഥാൻ കേട്ടോ. നമ്മൾ ഗൂമറിന്റെ കൂടെ ഗൂമർ ഗെയർ എവിടെയാണ്? രാജസ്ഥാൻ. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് പോലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യം. നമ്മൾ 25 ഡാൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ലാസ്റ്റ് ചോദ്യം ഇതാണ്. മുണ്ടറി ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ട്രൈബൽ കമ്മ്യൂണിറ്റി ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? വളരെ സിമ്പിൾ ചോദ്യമാണ്. നമ്മുടെ മുണ്ടറി, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ട്രൈബ്സ് ആണ് മുണ്ട ട്രൈബ്. ബിർസ മുണ്ട എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ബിർസ മുണ്ടയൊക്കെ. സോ മുണ്ട എവിടെയാടാ? മുണ്ട ജാർഖണ്ഡ് അല്ലെ, ഓപ്ഷൻ ഡി. സിമ്പിൾ ചോദ്യം. മുണ്ട ട്രൈബ്, മുണ്ട്ര കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ഒരു ഡാൻസ് ഫോം ആണ് മുണ്ടരി അല്ലെ, മുണ്ടരി. എവിടുത്തെ ട്രൈബാണ് മുണ്ട? ജാർഖണ്ഡിലെ ഒരു പ്രധാനപ്പെട്ട ട്രൈബൽ വിഭാഗമാണ് ആര്? മുണ്ട. സോ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ആണ് ഏത്? മുണ്ടറി ഡാൻസ് എന്ന് പറയുന്നത്. മുണ്ടറി സ്റ്റേറ്റ്? ജാർഖണ്ഡ്. ഏതാണ്? ജാർഖണ്ഡ്. സോ ഞാൻ ഇവിടെ ഒരു 25 പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡാൻസ് ഫോമും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഡാൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പാരിസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായും പഠിച്ചിട്ട് എക്സാമിന് പോണതിന് മുമ്പ് നോക്കിയിട്ട് പോവുക. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കിട്ടിയെന്ന് വരാം കേട്ടോ. സോ നോക്കിയിട്ട് പോവുക കേട്ടോ. ലെക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡാൻസ് ഫോം നമ്മൾ ഈ പറയുന്നത് എന്ത് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ അടുത്ത ദിവസവും ഇതുപോലുള്ള ഒരു ഇമ്പോർട്ടന്റ്, നമ്മൾ ഈ ഞാനിപ്പോ എന്തുകൊണ്ട് ഡാൻസ് എടുത്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം ഡാൻസ് ഫോമിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് പെട്ടെന്ന് എടുത്തത് കേട്ടോ. സോ അടുത്ത ദിവസം നമുക്ക് ഏതൊക്കെ ടോപ്പിക്, അതുപോലെ സ്പോർട്സ് കൃത്യമായി പഠിച്ചിട്ട് പോകുക. സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ധാരാളമായി ചോദിക്കുന്നുണ്ട്, പഠിച്ചിട്ട് പോകുക, ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസവും ഇതുപോലെ ഞാൻ നോക്കട്ടെ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് നല്ലപോലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് ആ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുന്ന ദിവസങ്ങളിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് GK പാർട്ടിൽ നിന്ന് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.